ആത്മാഭിമാനം വാനോളം ആദ്യ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ മുൻ നിശ്ചയിച്ച പ്രകാരം രാത്രി 8:17 ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചു. ഒറ്റപ്പാലത്ത് വേരുകളുള്ള ഡോക്ടർ അനിൽ ഉൾപ്പെടുന്ന സംഘത്തിന്റെ സോയൂസ് MS-29 ബഹിരാകാശ പേടകത്തിലാണ് യാത്രയായത്. കസാക്കിസ്ഥാനിലെ ബക്കാനേർ ബഹിരാകാശ നിലയത്തിൽ നിന്നായിരുന്നു പേടകം ഉയർന്നത്. ഐസൺ ജോസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഐസൺ, ഇത് ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളവും വളരെ അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ ചരിത്ര ദൗത്യം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു, എങ്ങനെ അത് പുരോഗമിക്കുന്നു? ഗൗതം, ഏറ്റവും മലയാളികൾക്ക്, നമ്മൾ ഉൾപ്പെടെ എല്ലാ മലയാളികൾക്കും അഭിമാനം നൽകുന്ന ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണിപ്പോൾ. നമുക്കറിയാവുന്നതാണ്, 8:17 നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. 8:17 കൂടിയാണ് ഈ റോക്കറ്റിൻ്റെ വിക്ഷേപണം നടക്കുന്നത്. ഈ വിക്ഷേപണം നടന്നതിന് ശേഷം കൃത്യമായി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, ബഹിരാകാശത്തെത്തിയതിന് ശേഷം 2 തവണ ഭൂമിയെ വലം വെച്ച് ഇന്ന് രാത്രി തന്നെ, അതായത് ഇന്ത്യൻ സമയം ഇന്ന് രാത്രി തന്നെ 11:26 കൃത്യമായി ബഹിരാകാശ നിലയത്തിൽ ഈ പേടകം ഡോക്ക് ചെയ്യും. അതായത് ബഹിരാകാശ നിലയവുമായി ചേരുന്ന ഒരു സാങ്കേതിക പ്രവർത്തനമാണ് ഡോക്കിംഗ്. ആ ഡോക്കിംഗ് 11:36 നടക്കുമെന്നാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത്. അതുപോലെ തന്നെ 11:36 ഡോക്കിംഗ് നടക്കും. അതിന് ശേഷം 1:26 കൃത്യമായും ഹാച്ചിങ് നടക്കുക. ഹാച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹിരാകാശ നിലയത്തിലെ വാതിലുകളും അതുപോലെ തന്നെ ഈ പേടകത്തിലെ വാതിലുകളും പരസ്പരം തുറന്ന് ഈ യാത്രികർ അങ്ങോട്ട് പോകുന്ന ആ പ്രവൃത്തി, അതായത് ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവൃത്തിയായിരിക്കും, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി ആയിരിക്കും നടക്കുക. അതിനെയാണ് ഹാച്ചിങ് എന്ന് പറയുന്നത്. ഹാച്ചിങ് 1:26 ഇന്ന് രാത്രി 1:26 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:26 നടക്കുകയും ചെയ്യും. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നിർണായകമായൊരു ഘടകം എന്ന് പറയുന്നത് ഒറ്റപ്പാലത്ത് വേരുകളുള്ള അനിൽ മേനോൻ്റെ യാത്ര തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിച്ചാൽ അദ്ദേഹം സ്പേസ് എക്സിലൊക്കെ ഡോക്ടറായി പ്രവർത്തിച്ച, മെഡിക്കൽ ടീമിൻ്റെ ഡയറക്ടറൊക്കെയായി പ്രവർത്തിച്ച പരിചയമുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മൈക്രോ ഗ്രാവിറ്റി, അതായത് ഇത്തരത്തിൽ വളരെ കുറഞ്ഞ ഗ്രാവിറ്റിയുള്ള പ്രദേശങ്ങളിൽ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതികരണങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായുള്ള പരീക്ഷണങ്ങൾ തന്നെയായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മൈക്രോ ഗ്രാവിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് ബഹിരാകാശത്ത് മനുഷ്യൻ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതായത് ഗ്രാവിറ്റിയിലാണ് മനുഷ്യ ശരീരം നിലനിൽക്കുന്നത്, ഗ്രാവിറ്റിയുള്ള പ്രദേശത്താണ്. എന്നാൽ ഗ്രാവിറ്റി ഇല്ലാത്തൊരു പ്രദേശത്തേക്ക്, മൈക്രോ ഗ്രാവിറ്റിയിലേക്ക്, വളരെ കുറഞ്ഞ ഗ്രാവിറ്റി, സാങ്കേതികമായി ഗ്രാവിറ്റി ഇല്ലാത്തൊരു പ്രദേശത്തേക്ക് മനുഷ്യ ശരീരം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളും അതിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള രീതികളും ഉൾപ്പെടെയുള്ളവ പരീക്ഷിക്കുന്ന മൈക്രോ ഗ്രാവിറ്റി അന്തരീക്ഷത്തിൽ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തുക എന്ന പ്രധാന ദൗത്യമാണ് അദ്ദേഹത്തിനുള്ളത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ബൈക്കനോർ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് സോയൂസ് M29 ഈ വിക്ഷേപണ വാഹനം കുതിച്ചുയരുകയും ചെയ്തത്. കൃത്യസമയത്ത് വിക്ഷേപണ വാഹനം കുതിച്ചുയരുകയും ചെയ്തു. 2 സഹയാത്രികരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. പ്യോത്തർ ഡുബ്രോവ് എന്ന ക്യാപ്റ്റനും അന്ന കിക്കിന എന്ന മിഷൻ സ്പെഷ്യലിസ്റ്റും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നാണ്, അദ്ദേഹത്തോടൊപ്പം യാത്രികരായുണ്ട്. ഇവരുടെ ഇപ്പോഴത്തെ പുരോഗതി എന്ന് പറയുന്നത് ബഹിരാകാശത്തേക്ക് റോക്കറ്റ് എത്തിക്കഴിഞ്ഞു. നിമിഷങ്ങൾക്കകം ബഹിരാകാശത്ത് പേടകമെത്തി. പേടകം ഭൂമിയെ വലം വെച്ച് 3 തവണയോളം ഭൂമിയെ വലം വെച്ച് 11:26 ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുകയും ഡോക്ക് ചെയ്തതിന് ശേഷം ഹാച്ചിങ് പ്രോസസ്സ്, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാതിലുകൾ പരസ്പരം തുറന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് ഈ പേടകത്തിൽ നിന്നും ഈ ബഹിരാകാശ യാത്രികർ പ്രവേശിക്കുകയും ചെയ്യും. 11:30 ഡോക്കിങ്ങും 1:30 ഹാച്ചിങ്ങും, അതായത് 11:26 ഡോക്കിങ്ങും 1:26 ഹാച്ചിങ്ങും, ഇന്ത്യൻ സമയത്തിൽ 1:26 ഹാച്ചിങ്ങും നടക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് നൽകാനാകുന്നത്. ഗൗതം. അനിൽ മേനോൻ അടങ്ങുന്ന സംഘം ബഹിരാകാശത്തേക്ക് യാത്ര ആരംഭിച്ചിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ബഹിരാകാശം തൊടാൻ പോകുന്ന ആദ്യത്തെ മലയാളി എന്ന സവിശേഷതയുണ്ട്. ഐസൺ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.